Hello, Namaste. Welcome back to my channel. Anybody can cook by Nazia. So, ഇന്നത്തെ റംലാൻ സ്പെഷ്യൽ സ്നാക്ക് എന്ന് പറഞ്ഞാൽ ചിക്കൻ സമൂസയാണ്. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ സവാള ഇവിടെ വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ 3 സവാള അരിഞ്ഞത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കറികളൊന്നും പ്രിപ്പയർ ചെയ്യുന്ന പോലെയല്ല, സവാള മുഴുവനായിട്ടും വഴണ്ടി കിട്ടേണ്ട ആവശ്യമില്ല. സോ ജസ്റ്റ് അതിനൊരു റോ ഫീൽ പോകുമ്പോഴേക്കും നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സമൂസയുടെ മസാല വളരെ സിമ്പിളാണ്. സോ കുറച്ച് പെരിഞ്ജീരകപ്പൊടി, കുറച്ച് പെപ്പർ പൗഡർ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പെരിഞ്ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഏകദേശം ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കന് വേണ്ടിയിട്ടുള്ള കണക്കിനുള്ള ഐറ്റംസ് ആണ് ഞാനിവിടെ പറയുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ പെപ്പർ, കുരുമുളക് പൊടി. അത് നമുക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. സോ ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു. ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി അതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് കമ്പൽസറി അല്ല, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ചെറിയൊരു നിറത്തിനും വേണ്ടിയിട്ടും കൂടെയാണ്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിൻസ് ചെയ്ത ചിക്കൻ ആയാലും കുഴപ്പമില്ല, ഞാനിത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തതാണ്. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ട് നമുക്ക് ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്ത് സമൂസ പ്രിപ്പയർ ചെയ്ത് പൊടിച്ചെടുക്കാം. നോമ്പ് സമയത്ത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ചിക്കൻ മിൻസ് ചെയ്ത് വെച്ചിരുന്നാലും വേഗം ഇത് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമുണ്ടാവും. സോ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് 5 മിനിറ്റ് മൂടി വെക്കാം. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കുക്കായി കിട്ടും. സോ ചിക്കൻ കുക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്രാമ്പ്, പട്ട, ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രാമ്പ്, പട്ട, ഏലക്ക എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഗരം മസാല പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മണം അങ്ങ് പോകും. സോ ഞാൻ പ്രത്യേകമായിട്ട് ആഡ് ചെയ്യാണ് അത് മൂന്നും. സോ ഗ്രാമ്പ്, പട്ട, ഏലക്ക ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്നുകൂടെ. നമ്മൾ വെള്ളം തീരെ ആഡ് ചെയ്യുന്നില്ല. മിക്സ് ചെയ്ത ചിക്കൻ അല്ലെങ്കിൽ ചെറുതായിട്ട് ഞുറുക്കിയ ചിക്കൻ ആയതുകൊണ്ട് ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ അത് നന്നായിട്ട് കുക്കായി വന്നോളും. പ്രത്യേകിച്ച് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മൂടി വെച്ച് കൊടുക്കാം. സോ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കരിയാപ്പിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാണ്. എന്നിട്ടിത് തണുക്കാനായിട്ട് വെക്കാം. ആ സമയത്ത് നമുക്ക് സമൂസ ഫില്ല് ചെയ്യാനുള്ള ഷീറ്റ്സ് റെഡിയാക്കാം. മൈദ, ഉപ്പ്, ഒരു നുള്ള ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ കുക്കിംഗ് സോഡ ആഡ് ചെയ്ത് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവാണ്. സോ ഇതാണ് നമ്മൾ സമൂസ ഫില്ലിങ്ങിന് ഷീറ്റിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. കുറച്ച് മാവ് പൊടി തൂകിയതിന് ശേഷം ഇത് പരത്തിയെടുക്കാം.
സമൂസ ഫില്ല് ചെയ്തതെല്ലാം എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഞാനിവിടെ കടുകെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നോൺ വെജ് ഐറ്റംസൊക്കെ കടുകെണ്ണയിൽ ചെയ്താൽ വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മണം ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ നമുക്ക് പൊരിച്ചെടുക്കാം. സോ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന സമൂസ ഒന്നൊന്നായിട്ടിട്ട് പൊരിച്ച് എടുക്കാം. സോ ഇന്നത്തെ റംലാൻ സ്പെഷ്യൽ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. എല്ലാവരും ഈ സമൂസ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് 3-4 ദിവസത്തേക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പണി എളുപ്പമാവും. സോ മറ്റ് നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.